ഹായ് ഫ്രണ്ട്സ്, കുങ് ഫൻ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് കുങ് ഫുവിലെ 5 സ്റ്റാൻഡ്സ് ബേസിക്കിൻ്റെ ഫോമാണ്. ബൂബുക്കോൺ എന്നാണ് ഈ ഫോമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ 5 സ്റ്റാൻഡ്സിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ഇട്ടിരുന്നു. ആ 5 സ്റ്റാൻഡ്സുകൾ ഉൾപ്പെടുന്ന ബേസിക് ഫോമാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ബോ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു മൊമെൻറ്റ് നമ്മൾ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്റ്റെപ്പ് വൈഡ് ചെയ്താണ് വെക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റെപ്പ് വൈഡ് ചെയ്താണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് കൂടി ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് കൂടി നോക്കാം. നമ്മൾ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുന്നു, അതിനോടൊപ്പം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഷോൾഡറിൻ്റെ ഈ പൊസിഷനിലേക്ക് ഉണ്ട്, ഇതുപോലെ വരിക. ഇനി ഇവിടുന്ന് ലെഗിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബോഡി ടേൺ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത കൈനെ പുൾ ബാക്ക് ചെയ്യുക. നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്ന റൈറ്റ് ഹാൻഡിന് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ഗോങ്ബു അഥവാ ബോ സ്റ്റാൻസ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാൻസ് നമ്മൾ 5 സ്റ്റാൻസിൽ ആദ്യത്തെ ഒരു സ്റ്റാൻസ് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മളിങ്ങനെ പാരലൽ ലൈനിലല്ല വെക്കുന്നത്, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് കയറ്റിയിട്ടാണ് ഇറക്കിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് വെക്കുന്നത്. കാരണം നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗോങ്ബു സ്റ്റാൻസിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ ഷോൾഡർ വിത്തിലേക്കായിരിക്കും നമ്മളിത് ലെഗ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ വരിക. ഇനി ഇതിനോടൊപ്പം തന്നെ ഉണ്ട് ബ്ലോ പഞ്ച്. അപ്പം ഇതാണ് ഗോങ്ബു സ്റ്റാൻസിൽ വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം നമുക്ക്. അടുത്ത മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ വെച്ചേക്കുന്ന ഈ ഒരു കാല് നമ്മൾ മുന്നിലേക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വരുന്നു. ക്ലോസ് ചെയ്ത് വന്നിട്ട് ഇതിവിടുന്ന് നീ റൈസ് ചെയ്യുന്നു. റൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇവിടുന്ന് സ്നാപ്പ് കിക്ക്, ഈ ലെഗൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കിക്ക് അടിക്കുന്നു. അപ്പോൾ ഇതാണ് അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ ഈ കിക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് കൂടി ചേഞ്ച് ആകുന്നുണ്ട്. അതുകൂടി നോക്കാം. അപ്പോൾ നമ്മളിവിടെ പഞ്ച് ചെയ്തിട്ടാണ് നിന്നത്. നമ്മൾ ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റൈറ്റ് ഹാൻഡ്, അതായത് പഞ്ച് ചെയ്ത കൈനെ നമ്മൾ പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്. പുൾ ബാക്ക് ചെയ്യുകയും നമ്മൾ ഈ കിക്ക് അടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിന് ഓപ്പോസിറ്റ് പഞ്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ 3 മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഗോങ്ബുവിൽ പഞ്ച് അടിച്ച് ചെയ്യുന്നു. ഇനി ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടുന്ന് ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ കിക്സ് അടിക്കുക, പഞ്ച് ചെയ്യുക, അതിനുശേഷം ഫോൾഡ് ചെയ്തിട്ട് തിരിച്ച് പാരലായിട്ട് സ്റ്റാൻസിലേക്ക് വെക്കും. ഇത്തവണ വെക്കുമ്പോൾ നമ്മൾ പാരലൽ സ്റ്റാൻസിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പുൾ ബാക്ക് ചെയ്ത കൈയിനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. റൈറ്റ് ഹാൻഡ് ഇവിടുന്ന് മിഡിലേക്ക് പഞ്ച് ചെയ്യുക. ബോഡി ഇതുപോലെ സ്റ്റാൻസ് ഇതുപോലെ ഡീപ്പാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്കാണ് ഇത് ഹോട്ട് സ്റ്റാൻസ് അഥവാ മാപ്പു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസ് ആയിട്ട് ഈ ഒരു പൊസിഷനാണ് വരുന്നത്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മളിവിടുന്ന് ഫസ്റ്റ് ബ്ലോക്ക് ചെയ്ത് ഗോങ്ബുവിൽ പഞ്ച് ചെയ്തു. ഇനി ഇവിടുന്ന് ലെഗിൻ്റെ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇതുപോലെ കിക്കടിച്ചു, പുൾ ബാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇത് അപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പഞ്ചും കൂടി ചെയ്യുക. അത് നമുക്ക് ഗോങ്ബുവിൻ്റെ മൂവ്മെൻറ്റ് കൂടി നോക്കാം. ബ്ലോക്ക് ചെയ്തു, പഞ്ച് ചെയ്തു. ഇനി അടുത്ത മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് കിക്കടിച്ചു ഇവിടെ നിന്ന് കേട്ടോ. ഇതുപോലെ ബ്ലോക്കും പഞ്ചും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞു മാബു സ്റ്റാൻസ് അഥവാ ഹോട്ട് സ്റ്റാൻസ്. അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത് നമ്മളിവിടെ നിന്ന് കേട്ടോ, നമ്മൾ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ഒന്ന് റൈറ്റ് ലെഗിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വരുന്നു. ആ സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത കൈനെ പുൾ ബാക്ക് ചെയ്യുന്നു. പുൾ ബാക്ക് ചെയ്ത് ഇവിടെ പഞ്ചിൻ്റെ പൊസിഷനിലേക്ക് പുൾ ബാക്ക് ചെയ്യുന്നു. ആ സമയത്ത് റൈറ്റ് ഹാൻഡ് ഇവിടുന്ന് ബ്ലോക്കില്ല, ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു. ഇനി ഇവിടുന്ന് താഴേക്ക് നമ്മൾ കണ്ട ഇതുപോലെ സ്പിന്നിങ് സ്റ്റാൻസിലേക്ക് ഇരുന്നുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യുന്നു. ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻസിന് റെസ്റ്റിംഗ് സ്റ്റാൻസ് അഥവാ സിബു എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റാൻസിന്. അപ്പം ഇതൊരു ലോക്കാണ്. നമ്മൾ ഈ താഴേക്ക് നീ ടച്ച് ആവുന്നില്ല, ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻസ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഹോട്ട് സ്റ്റാൻസിൽ വന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ് ലെഗ് ക്രോസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് പുൾ ബാക്ക്, റൈറ്റ് ഹാൻഡ് ഇതുപോലെ ബ്ലോക്ക് ചെയ്യുക. ഇവിടെ നിന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് പഞ്ച് ചെയ്യുക. ഇനി ഇവിടുന്ന് വീണ്ടും ബോഡി അപ്പ് ചെയ്യുക. അതേ സമയത്ത് ഫ്രണ്ടിലേക്ക് തന്നെ ടേൺ ചെയ്യുക. ഫ്രണ്ടിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക. ഇത് അപ്പ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് ഇവിടുന്ന് മുകളിലേക്ക് ഇതുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് പോവുക. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്തൊരു സ്റ്റാൻസിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ലെഗ് എടുത്തിട്ടാണ് ഇതുപോലെ ഡ്രോപ്പ് സ്റ്റാൻസ് എന്നാണ് ഇതെന്ന് പറയുന്നത്. ഡ്രോപ്പ് സ്റ്റാൻസ് അഥവാ പുബു. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിലേക്ക് പോകുമ്പോൾ ഹാൻഡ് മൂവ്മെൻറ്റ് കൂടിയുണ്ട്. നമ്മൾ ഈ ലെഗ് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ ലെഗിൻ്റെ മൂവ്മെൻറ്റ് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൂടി ഇതുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റ് ഒന്നുകൂടി ചെയ്യാം. ഇവിടുന്ന് ഡ്രോപ്പ് സ്റ്റാൻസിലേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് മൂവ്മെൻറ്റ് ഇതുപോലെ വരിക. ഇനി ഇവിടുന്ന്
ബോഡി നമ്മൾ ഈ ഒരു സൈഡിലേക്ക്, ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ബോഡി ഷിഫ്റ്റ് ആവുന്നത്. ഈ പൊസിഷനിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റൈറ്റ് ലെഗ് മുന്നിലേക്ക് വരുന്ന സമയത്ത് കണ്ട എംപ്റ്റി സ്റ്റാൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. നീ നമ്മുടെ സ്റ്റാൻഡിലേക്ക് നീ മാക്സിമം ഫോൾഡ് ചെയ്യുക, ബോഡി സ്ട്രൈറ്റ് ആക്കുക. ഈ ഒരു കാലിൻ്റെ ടോ മാത്രം താഴെ ടച്ച് ചെയ്യുക, ഹീല് ടച്ച് ചെയ്യുക, ഹീല് റൈസ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഫോമലിലേക്ക്, ഈ കൈ ഇവിടുന്ന് പാമ്പ് വന്ന് തീരുന്ന രീതിയിൽ ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇതിലാണ് ഈ ഒരു ഫോം ഫിനിഷ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് കൈയുടെ മൂവ്മെൻറ്റ് ഇതിലേക്ക് വരിക, ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് തന്നെ ഫേസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. നമുക്ക് ഒന്നുകൂടി ഈ മൂവ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാ ഇവിടെ നിന്ന് വന്നു, ഇനി ഇവിടെ നിന്ന് ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് മാക്സിമം ഇത് ഡൗൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൈ ഇവിടെ ചിക്കൻ ഫിസ്സിൽ മുകളിൽ താഴെ പാമായിട്ട്. ഇനി ഇവിടുന്ന് പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ മുന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ ഫേസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് പൂബുക്കോൺ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ദിവസവും പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.